ഈ വർഷത്തെ ആഗോള സർക്കാർ ഉച്ചകോടിക്ക് ദുബൈയിൽ തുടക്കമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 60-ലധികം രാഷ്ട്രത്തലവന്മാരും 500-ലേറെ മന്ത്രിമാരും ഇത്തവണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുന്നു എന്ന പ്രമേയത്തിലാണ് 3 ദിവസം നീളുന്ന ഉച്ചകോടി. മൊത്തം 150-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ദുബൈയിലെത്തുന്നത്. ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉച്ചകോടിയുടെ ഉദ്ഘാടനത്തിന് മുൻപായി സർക്കാർ പവലിയനുകൾ സന്ദർശിച്ചു. ഭരണ നവീകരണം, നിർമ്മിത ബുദ്ധി, സാമ്പത്തിക വളർച്ച, സുസ്ഥിര വികസനം എന്നിവ ലക്ഷ്യമാക്കി വിവിധ രാജ്യങ്ങൾ അവതരിപ്പിച്ച നവീന പദ്ധതികൾ അദ്ദേഹം വിലയിരുത്തി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം സർക്കാരുകളുടെ നവീകരണമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ അറബ് ഫിസ്ക്കൽ ഫോറം, അറബ് യങ് ലീഡേഴ്സ് മീറ്റിംഗ്, അറബ് യൂത്ത് ലീഡേഴ്സ് ഫോറം, കുവൈത്ത് UAE സാമ്പത്തിക ഫോറം, ലാറ്റിൻ അമേരിക്ക കരീബിയൻ നിക്ഷേപ ഫോറം തുടങ്ങി ഉന്നതതല സമ്മേളനങ്ങളും മന്ത്രിതല യോഗങ്ങളും നടന്നു. 80-ലധികം അന്താരാഷ്ട്ര സംഘടനകൾ, 700-ലധികം ആഗോള കമ്പനികളുടെ CEO മാർ, 6250-ലധികം പ്രതിനിധികൾ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മീഡിയ 1, ദുബായ്.